എല്ലാവർക്കും നമസ്കാരം. ബയോബൈറ്റ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ബയോബൈറ്റ്സ് കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് +1 +2 കുട്ടികളുടെ ചാപ്റ്റർ വൈസ് ഉള്ള വീഡിയോസ് ആയിരിക്കും. ദിസ് ഇസ് ഫസ്റ്റ് വീഡിയോ ഇൻ അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് +1 ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ NCERT സിലബസിലേക്ക് ആദ്യമായിട്ട് കടക്കുന്ന കുട്ടികളുണ്ടാവും, അല്ല മലയാളം മീഡിയം പഠിച്ചിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് കടക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ 10ാം ക്ലാസ് ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വെച്ചിട്ടായിരിക്കും നമ്മളെല്ലാവരും പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടാവുക. ആക്ച്വലി നമുക്ക് വരാൻ പോകുന്ന കുറേ ടേണിംഗ് പോയിന്റ്സിൽ ഒരെണ്ണം മാത്രമാണ് ഈ 10ാം ക്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ ഇനി ചെല്ലാൻ പോകുന്നത് അതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്കാണ്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂഷനൊക്കെ ആയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് കുറച്ച് മാർക്കൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ചെന്നിട്ട് ബയോളജി സയൻസ് എടുക്കുന്നത്. ഒരാഴ്ചയൊക്കെ ക്ലാസ് ഇരിക്കുമ്പോഴാണ് നമുക്ക് തോന്നി തുടങ്ങുന്നത് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം. അപ്പോൾ ഇത് അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ആയിരിക്കും ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്കത് കുറച്ചും കൂടി മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും വീഡിയോസ് ഉണ്ടാവുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ ഇപ്പം നമുക്ക് നോട്ട്സ് വേണമെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ID PDF രൂപത്തിൽ നോട്ട്സ് കിട്ടുന്നതായിരിക്കും. ഓർ നിങ്ങൾക്ക് ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആണ് വേണ്ടെങ്കിൽ ഞാൻ മെയിൽ ID മെൻഷൻ ചെയ്തേക്കാം. ആ മെയിൽ ID നിങ്ങളൊരു മെസ്സേജ് ഇട്ടിരുന്നാൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട്സ് അയക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ദ ലിവിങ് വേൾഡ് എന്നുള്ളതാണ്. അപ്പോൾ ലിവിങ് വേൾഡ് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് ബയോളജി എന്ന ഒറ്റ ഒരു ടേമുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും. ഇനി മുതൽ നിങ്ങൾ കടക്കുമ്പോൾ +1 കടക്കുമ്പോൾ ബയോളജി 2ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ട് സുവോളജി ബോട്ടണിയിലേക്ക് മാറും. ഇത് നിങ്ങളുടെ ബോട്ടണിയിൽ വരുന്ന ഒരു ചാപ്റ്ററാണ് ദ ലിവിങ് വേൾഡ് എന്നുള്ളത്. അപ്പം ഇതിനകത്ത് ലൈഫ് എന്താണ്, ജീവൻ, എങ്ങനെ നമുക്ക് ജീവനെ ഡിഫൈൻ ചെയ്യാമെന്ന് വെച്ചാൽ, ഇപ്പം ജീവനുള്ളവയും ജീവനില്ലാത്തവയും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഒക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ 7, 8, 9 പഠിച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണ് ജീവനുള്ളവയ്ക്ക് അനങ്ങാൻ പറ്റും, ഓടാൻ പറ്റും, ശ്വസിക്കും എന്നുള്ള ഫീച്ചേഴ്സ്. നമ്മൾ കുറച്ചും കൂടി സയൻറ്റിഫിക് ആയിട്ട് എന്താണ് ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഇസ് യൂണിക്. ജീവൻ എന്ന് പറയുന്നത് വളരെ യുണീക്ക് ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ്സ് കമ്പോസ്ഡ് ഓഫ് സർട്ടൺ മോളിക്യൂൾസ്. നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് കുറച്ചധികം മോളിക്യൂൾസിൻ്റെ ആക്ടിവിറ്റീസ് കാരണം സംഭവിക്കുന്നതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാകും കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിലുള്ള കുറേ യുണീക്ക് ആയിട്ടുള്ള പ്രോസസ്സ് നമ്മുടെ ബോഡിയിൽ നടന്ന് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വളരുകയും വികസിക്കുകയും നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയും അതിനനുസരിച്ച് ഇപ്പം ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ കണ്ടിന്യൂ ചെയ്യണം, അതെങ്ങനെ അഡാപ്റ്റ് ചെയ്യുകയും ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഉള്ള അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഓർഗാനിസംസ് അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനയാണ് നമ്മൾ ലൈഫ് എന്ന് പറയുന്നത്. ഈ ലൈഫിന് സർട്ടൺ യൂണീക്ക് ഫീച്ചേഴ്സ് ഉണ്ട്. അതിലാദ്യത്തെ ഒരു ഫീച്ചറാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഗ്രോത്തിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് മാസിൻ്റെ ബേസിലോ അല്ലെങ്കിൽ ലെങ്ത്തിൻ്റെ ബേസിലോ ഉള്ള നമ്മുടെ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ചിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മളൊരു സീഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സീഡ് ഉണ്ടാവും, ആ സീഡ് ജെർമിനേറ്റ് ചെയ്യും, പിന്നെ അതിൽ ആദ്യം 2 ഇലകൾ ഉണ്ടാവാൻ തുടങ്ങും, ആ ഇലകൾ 2 ഇലകൾ 4 ഇലകളാവും, പിന്നെ അതൊരു ചെടിയായി മാറും, ഒരു മരമായി മാറും. അപ്പം ഇതൊരു ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള അതിൻ്റെ ഇൻക്രീസ് ഇൻ ലെങ്ത്, ഇൻക്രീസ് ഇൻ മാസ് ആണ്. ഇതിനാണ് നമ്മൾ ഗ്രോത്ത് എന്ന ടേം കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഈ ഗ്രോത്ത് ലിവിങ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിന് മാത്രമേ സംഭവിക്കുകയുള്ളൂ. പക്ഷേ ഇതിലും ചെറിയ എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മൾ മണ്ണ് കൂന കൂട്ടുകയാണ്. അപ്പോൾ ആ ചെറിയ കൂനയിൽ നിന്ന് മണ്ണ് കുമ്മാരം വരുന്നതിനനുസരിച്ച് അതിൻ്റെ ഗ്രോത്താണ് അതിനും സംഭവിക്കുന്നത്. പക്ഷെ അതൊരു നോൺ ലിവിങ് ആയിട്ടുള്ള ഫാക്ടറാണ്. അല്ലെങ്കിൽ ഈ മൗണ്ടൻസിന് ഇത് നീളം വെക്കാറുണ്ട്. മൗണ്ടൻസും പക്ഷെ കാണിക്കുന്നത് ഗ്രോത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഇൻക്രീസ് ഇൻ മാസ് ആണ്. ബട്ട് അതൊരു നോൺ ലിവിങ് തിങ് ആണ്. അപ്പം ഗ്രോത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വെച്ചിട്ട് നമുക്ക് നോൺ ലിവിങ്ങിനെയും ഗ്രോത്ത് ലിവിങ്ങിന് മാത്രമേ ഉണ്ടാവൂന്നും പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ഒരു ഫീച്ചറാണ് റീപ്രൊഡക്ഷൻ. ഒരു റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒരു യങ് വൺ ഉണ്ടാകുന്ന പ്രോസസ്സാണ്. ഇത് 2 ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്, എസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും. എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരൊറ്റ പാർട്ട്ണർ മാത്രമേ ഇൻവോൾവ് ആകുന്നുണ്ടാവുള്ളൂ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അമീബയുടെ കേസിൽ. അമീബ ഒരു സിംഗിൾ സെല്ലുലാർ ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ്. ഇത് ഫ്രാഗ്മെന്റ് ചെയ്തിട്ട് 2 യങ് വൺസ് ആയിട്ട് മാറും. ഇതൊരു എക്സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. അതുപോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രയിൽ ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്
young ones ഉണ്ടാവുന്നത്. This is a mode of asexual reproduction. In sexual reproduction, two partners are involved. ഒരു മെയിൽ പാർട്ട്ണറും ഒരു ഫീമെയിൽ പാർട്ട്ണറും ഇൻവോൾവ് ആകുന്ന ഒരു പ്രോസസ്സാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റീപ്രൊഡക്ഷൻ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസം മാത്രം കാണിക്കുന്ന ഒരു ഫീച്ചറാണ്. ബട്ട് ഇതിലും ഒരു എക്സെപ്ഷണൽ കേസുകളുണ്ട്. അതായത് സ്റ്റെറൈൽ ആയിട്ടുള്ള, അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത ദമ്പതികൾ ഉണ്ടാവും. അപ്പോൾ അവരുടെ കേസിൽ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല, അവർ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ഏബിൾ അല്ല, ബട്ട് അവർ ലിവിങ് ആണ്. അപ്പോൾ അതൊരു എക്സെപ്ഷനാണ്. പിന്നെ നമ്മുടെ ഹണി ബീസിൻ്റെ കേസിൽ ഈ വർക്കർ ആയിട്ടുള്ള ഹണി ബീസ് ഒരിക്കലും റീപ്രൊഡ്യൂസ് ചെയ്യാറില്ല, പക്ഷെ അവർ ലിവിങ് ആണ്. അപ്പം റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ലിവിങ് തിങ്സിൻ്റെ ആണെന്ന് നമ്മൾ പറയുമ്പോഴും ദർ ആർ എക്സെപ്ഷൻസ്. ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത കപ്പിൾസ് ഉണ്ടാകാം. അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ ഈ പറയുന്ന വർക്കർ ബീസ്. ഒരു എക്സാമ്പിളാണ് മ്യൂൾ ക്രോസ് ചെയ്ത, ഹോഴ്സും ഡോങ്കിയും ക്രോസ് ചെയ്തിട്ടുണ്ട മ്യൂള് റീപ്രൊഡ്യൂസ് ചെയ്യാൻ അല്ല, ബട്ട് ദേ ആർ ഓൾസോ ലിവിങ്. ആൻഡ് തേർഡ് യുണീക് ഫീച്ചർ ഓഫ് ലിവിങ് ഓർഗാനിസം ഇസ് മെറ്റബോളിസം. മെറ്റബോളിസം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന 2 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. അനബോളിക് റിയാക്ഷൻസ് ആൻഡ് കാറ്റബോളിക് റിയാക്ഷൻസ്. അനബോളിക് റിയാക്ഷൻസ് എന്ന് വെച്ചാൽ സിന്തറ്റിക് റിയാക്ഷൻസ് എന്നാണ്. ആൻഡ് കാറ്റബോളിക് റിയാക്ഷൻസ് എന്ന് വെച്ചാൽ ബ്രേക്ക് ഡൗൺ റിയാക്ഷൻസ് ആണ്. അനബോളിസം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ആണ് നമുക്ക് പ്രോട്ടീൻസ് കിട്ടുന്നത്. ആക്ച്വലി പ്രോട്ടീൻസ് അങ്ങനെയല്ല കിട്ടുക. പ്രോട്ടീൻസ് ആർ മെയ്ഡ് ഫ്രം അമിനോ ആസിഡ്സ്, ചെറിയ ചെറിയ കമ്പോണൻസ്. അതിപ്പം കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, നിങ്ങൾ സുക്രോസ് ഒക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ അതൊക്കെ ഷുഗറുകൾ ചേർന്നിട്ടാണ് ഒരു സുക്രോസ് ഉണ്ടായി മാറുന്നത്, ഗ്ലൂക്കോസ് ചേർന്നിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള അനബോളിക് റിയാക്ഷൻസും കാറ്റബോളിക് റിയാക്ഷൻസും നമ്മുടെ ബോഡിയിലുണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് ചെയ്ത് കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ഫാറ്റും ഒക്കെ ആയി മാറാറുണ്ട്. നമ്മുടെ ബോഡി നടക്കുന്ന ബ്രേക്ക് ഡൗൺ പ്രോസസ്സാണ്. നമ്മുടെ ബോഡി 2 ടൈപ്പ് റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. അനബോളിക് റിയാക്ഷൻസ്, സിന്തസിസ് റിയാക്ഷൻസും കാറ്റബോളിക് റിയാക്ഷൻസ്, ബ്രേക്ക് ഡൗൺ റിയാക്ഷൻസ്. അപ്പോൾ ഇത് രണ്ടിനെയും കൂടി ചേർന്നിട്ടാണ് മെറ്റബോളിസം എന്ന അല്ലെങ്കിൽ മെറ്റബോളിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇത് എപ്പോഴും ജീവനുള്ള ആളുകളിൽ മാത്രമാണ് മെറ്റബോളിസം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു യുണീക് ഫീച്ചറാണ്. ഇതിൽ വേറെ എക്സെപ്ഷണൽ കേസസ് ഒന്നുമില്ല. നെക്സ്റ്റ്, 4th ഫീച്ചർ ഓഫ് ലിവിങ് ഓർഗാനിസം ഇസ് കോൺഷ്യസ്നെസ്. അതായത് നമുക്ക് ചുറ്റുമുള്ള സ്റ്റിമുലൈസുമായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു. ഈ സ്റ്റിമുലൈ ഫിസിക്കലാവാം, കെമിക്കലാകാം, ബയോളജിക്കലാകാം. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് ചെടികൾ സൂര്യപ്രകാശത്തിലേക്ക് വളരുന്നു എന്നുള്ളത്. അപ്പോൾ സൂര്യപ്രകാശം എന്ന് പറയുന്നത് അവിടെ ഒരു സ്റ്റിമുലയാണ്. അപ്പോൾ ആ സ്റ്റിമുലയ്ക്ക് അനുസരിച്ച് ആ ലിവിങ് ആയിട്ടുള്ള പ്ലാന്റ് റെസ്പോണ്ട് ചെയ്യാണ്. അപ്പോൾ അതുകൂടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചൂടുള്ള പാത്രത്തിൽ തൊടുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൈവലിക്കും. ആ കൈവലിക്കാനുള്ള കാരണം നമ്മൾ ആ സ്റ്റിമുലയ്ക്ക് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് ലിവിങ് ഓർഗാനിസത്തിന് മാത്രമേ പറ്റുള്ളൂ. കോൺഷ്യസ്നെസ് മീൻസ് റെസ്പോണ്ട് ഓഫ് ലിവിങ് ഓർഗാനിസം ടു ദ സ്റ്റിമുലൈ. ദാറ്റ് ക്യാൻ ബി ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ. ലാസ്റ്റ് ഫീച്ചർ ഓഫ് ലിവിങ് ഓർഗാനിസം ഇസ് ലൈഫ് സ്പാൻ. എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും ഒരു കൃത്യമായിട്ടുള്ള ലൈഫ് സ്പാൻ ഉണ്ട്. നിങ്ങളൊരു ഇത്ര കാലയളവ് വരെ മാത്രമേ അവർക്ക് ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ എല്ലാവരുടെയും ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ല് വെച്ചിട്ടാണ്. അപ്പോൾ ഈ സെല്ല് കുറച്ച് ഗ്രാജുവൽ ടൈം കഴിയുമ്പോൾ അത് ജനറേഷനെ കാട്ടി ഡീജനറേറ്റ് ചെയ്ത് നമ്മൾ ഗ്രാജുവലി നമ്മുടെ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്പാൻ, ജീവിത ദൈർഘ്യം നേർന്ന് ആ ഓർഗാനിസം ഡെഡ് ആയിപ്പോവും. അപ്പം ഇത്രയാണ് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ആൻഡ് ഇൻ സം കേസസ് ദർ ആർ എക്സെപ്ഷൻ, ബട്ട് ദീസ് ആർ കീ ഫീച്ചേഴ്സ് ഷോൺ ബൈ ലിവിങ് ഓർഗാനിസം.